പലസ്തീൻ, സിറിയ, ലെബനോൻ, യമൻ, ഇറാൻ, ഖത്തർ. 2023 ഒക്ടോബർ 7-ന് ശേഷം ഇസ്രയേൽ ആക്രമണം നടത്തിയ രാഷ്ട്രങ്ങളാണ്. ഹമാസിനെ സാമ്പത്തികമായി സഹായിക്കുന്നു, ഹമാസിന് ആയുധം നൽകുന്നു, ഹമാസിനെ സംരക്ഷിക്കുന്നു, ഹമാസിന്റെ നേതാക്കൾക്ക് അഭയം നൽകുന്നു. ഇങ്ങനെ പലതരത്തിൽ ഹമാസുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ പടച്ചുണ്ടാക്കിയാണ് ഈ രാഷ്ട്രങ്ങളിലെല്ലാം ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ആത്യന്തികമായി ഇസ്രയേലിന്റെ ഭീതിയിൽ നിന്നാണ് ഈ ആക്രമണങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത്. നാളെ തങ്ങൾക്കെതിരെ ഉയർന്നു വരാവുന്ന ഏതെങ്കിലും കോണുകളിൽ നിന്ന് ഉയർന്നു വരാവുന്ന എതിർപ്പുകളെ, ആക്രമണങ്ങളെ ഇല്ലാതാക്കുക എന്ന അജണ്ടയാണ് ഇസ്രയേൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് വിവിധ രാഷ്ട്രങ്ങളിൽ അവർ ബോംബിടുകയും ആക്രമണങ്ങൾ നടത്തുകയും അമേരിക്കയുടെ സാമ്പത്തികവും ആയുധപരവുമായ പിന്തുണയോടുകൂടി ഇനിയും കൂടുതൽ രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. അടുത്ത ഉന്നം തുർക്കിയാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രവചിക്കുന്നത്. തുർക്കി ഇസ്രയേലുമായി ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല. 2000-ന്റെ ആരംഭം വരെയും നല്ല ബന്ധത്തിലായിരുന്നു ഇരു രാഷ്ട്രങ്ങളും. ലോകത്ത് ആദ്യമായി ഇസ്രയേലിനെ അംഗീകരിച്ച രാജ്യങ്ങളിലൊന്ന് തുർക്കിയാണ് എന്നത് മറക്കരുത്. അവിടെ നിന്നിങ്ങോട്ട് പലതരത്തിലുള്ള സഹകരണങ്ങൾ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലും ഉണ്ടായിട്ടുണ്ട്. ഇരു രാഷ്ട്രങ്ങളും സംയുക്തമായി സൈനികാഭ്യാസം നടത്തിയിട്ടുണ്ട്, ആയുധ കച്ചവടം നടത്തിയിട്ടുണ്ട്, പലതരത്തിലുള്ള ഇടപാടുകളും ഇടപെടലുകളും ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. 2000-ന് ശേഷം തുർക്കിയിലുണ്ടായ ഭരണമാറ്റം തന്നെയാണ് ഏറ്റവും പ്രധാനമായത്. റജബ് തയ്യിബ് ഉർദൂഖാൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയുള്ള നിലപാടുകളാണ് ഇസ്രയേലിനെതിരെ ഏറ്റവും കർക്കശമായ സമീപനങ്ങളിലേക്ക് തുർക്കിയെ എത്തിച്ചിട്ടുള്ളത്. ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നന്നായി അറിയുന്ന ഒരാൾ കൂടിയാണ് റജബ് തയ്യിബ് ഉർദൂഖാൻ. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ ഏതൊരു ആക്രമണവും ഏതു സമയവും ഉണ്ടായേക്കാമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ വന്ന പോലെ തിരിച്ചുപോക്ക് എളുപ്പമാകില്ല എന്ന് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തുർക്കി ഭരണകൂടം. മറ്റ് പല രാഷ്ട്രങ്ങളിലും ലെബനനിലോ സിറിയയിലോ യമനിലോ ഒക്കെ ആക്രമണം നടത്തിയതുപോലെ അത്ര എളുപ്പത്തിൽ തങ്ങൾ വഴങ്ങിക്കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തയ്യിബ് ഉർദൂഖാന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇറാനാണ് ഇസ്രയേലിനെതിരെ ശക്തമായ പ്രത്യാക്രമണം നടത്തിയ രാഷ്ട്രങ്ങളിലൊന്ന്. ഇസ്രയേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ആ ആക്രമണം നടത്തിയത്. അത് കനത്ത ആഘാതമാണ് ഇസ്രായേലിനെ ഏൽപ്പിച്ചത് എന്ന് ആയുധപരമായും സാമ്പത്തികമായും ഇസ്രായേലിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ ഇറാൻ ആക്രമിച്ച സ്ഥലങ്ങളുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി ക്രൗഡ് ഫണ്ടിങ്ങിനെ ആശ്രയിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും നമ്മൾ കാണുകയാണ്. തുർക്കി അതിശക്തമായ സൈനിക സംവിധാനമുള്ള രാഷ്ട്രമാണ്. അവിടെ അവരുടെ കയ്യിൽ മതിയായ ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങൾ എങ്ങനെയെല്ലാം ഉപയോഗിക്കണമെന്നതിനെ കുറിച്ച്, ആർക്കെതിരെ ഉപയോഗിക്കണമെന്നതിനെ കുറിച്ച് തയ്യിബ് ഉർദൂഖാന് ആരും സ്റ്റഡി ക്ലാസ് എടുക്കേണ്ടിയും വരില്ല. ഒരു തരത്തിലുള്ള അന്താരാഷ്ട്ര മര്യാദയും പാലിക്കാതെയാണ് ഇസ്രയേൽ ഈ രാഷ്ട്രങ്ങളിലെല്ലാം ആക്രമണം നടത്തിയിട്ടുള്ളത്. UN പോലും കാഴ്ചക്കാരായി മാറുകയാണ്. അമേരിക്കയുടെ നിർബാധമായ പിന്തുണയിലും സഹകരണത്തിലും സഹായത്തിലുമാണ് ഇസ്രയേലിന്റെ ഈ അതിക്രമങ്ങളെല്ലാം തുടരുന്നത്. ഇസ്രയേലിനെ പിന്തുണയ്ക്കാൻ അപ്പുറത്ത് അമേരിക്കയുണ്ടാകും. അങ്ങനെയെങ്കിൽ തുർക്കിയെ സഹായിക്കാൻ റഷ്യയും ചൈനയും ഉണ്ടാകും. റഷ്യയും ചൈനയും കളത്തിലിറങ്ങുന്നതോടുകൂടി ഒരു ലോക യുദ്ധാന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഇപ്പോൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകപക്ഷീയമായ ആക്രമണമാണ്. പലസ്തീൻ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ചില മാധ്യമങ്ങൾ യുദ്ധം എന്നൊക്കെ പറയുന്നത് കാണാം. ഏത് യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നിസ്സഹായരായ മനുഷ്യർക്കുമേൽ ആയുധങ്ങൾ വർഷിച്ച്, ബോംബുകൾ വർഷിച്ച് കുഞ്ഞുങ്ങളെ പോലും കൊന്നൊടുക്കുന്നത്, ഒരു എതിർപ്പുമില്ലാത്ത വിധത്തിൽ ഏകപക്ഷീയമായ വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് എങ്ങനെയാണ് യുദ്ധമായി തീരുന്നത്? പക്ഷെ തുർക്കിയോട് കളിച്ചാൽ അത് യുദ്ധം തന്നെയായി മാറും. അപ്പുറത്തും ഇപ്പുറത്തും അണിനിരക്കാൻ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് ചുവട് വെച്ചാൽ മതി എന്ന് തുർക്കി ഇതിനകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തുർക്കിയെ പോലൊരു രാഷ്ട്രത്തിനെതിരെ ആക്രമണം അടിച്ചുവിടുന്നതിന് മുമ്പ് ഇസ്രയേൽ ഒന്നല്ല പലവട്ടം ആലോചിക്കേണ്ടി വരും. കാരണം ലെബനാനിലെയോ സിറിയയിലെയോ യമനിലെയോ ഭരണകൂടമോ അല്ലെങ്കിൽ അവിടങ്ങളിലെല്ലാം നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതയോ അല്ല തുർക്കിയിൽ കാണാൻ കഴിയുന്നത്. വലിയ ജനപിന്തുണയുള്ള ഭരണകൂടമാണ്. ഒരവസരത്തിൽ പട്ടാളം അവിടെ അട്ടിമറിക്കാൻ ശ്രമിച്ച സമയത്ത്
ജനങ്ങളെ തെരുവിലിറക്കി അതിനെ പരാജയപ്പെടുത്തിയ ചരിത്രമുണ്ട് ഈ പറയുന്ന റജബ് ത്വയ്യിബ് ഉർദുഖാനെ. അഥവാ അദ്ദേഹത്തിന്റെ സ്വീകാര്യതയുടെ ഗ്രാഫ് വളരെ ഉയർന്ന നിലയിലാണ്. വേണമെങ്കിൽ ജനങ്ങളെ തന്നെ രംഗത്തിറക്കി തെരുവിലിറക്കി പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അത് തുർക്കിയുടെ തന്നെ പട്ടാളം കണ്ടറിഞ്ഞതാണ്, അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിലപാടിലേക്ക് ഇനി തുർക്കിയിലെ പട്ടാളം നീങ്ങാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തുർക്കിയിലെ സൈനിക സംവിധാനത്തെ വിലക്കെടുത്തും സൈനിക ഉദ്യോഗസ്ഥരെ വിലക്ക് വാങ്ങിയും ഇസ്രയേലിന് തങ്ങളുടെ അജണ്ട തുർക്കിയിൽ നടപ്പാക്കാൻ കഴിയില്ല. കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടിയാണ്. ഒരുപക്ഷെ തുർക്കിയെ ഈ സംഭവത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതോടുകൂടി ഇസ്രയേലിന് കനത്ത നാശനഷ്ടങ്ങളുടെ കാലഘട്ടത്തിലേക്ക് ചുവടുവെക്കേണ്ടി വരുമെന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള വിദഗ്ധർ തന്നെ, രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. അത് ഇസ്രയേലിനായാലും കിട്ടിക്കൊണ്ടിരിക്കും. ഇസ്രയേൽ കിട്ടാൻ അർഹതയുള്ള, അല്ലെങ്കിൽ ഇസ്രയേലിന് കിട്ടണമെന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രയേൽ പോയി ഇരന്ന് വാങ്ങട്ടെ എന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാൻ കഴിയൂ.